തിരുവനന്തപുരം അമ്പൂരിയിലെ കാരിക്കുഴിയിൽ നിന്ന് ഇന്നലെ മയക്കുവെടി വെച്ച് പിടികൂടിയ പുള്ളിപ്പുലി ചത്തു. നെയ്യാർ ലയൺ സഫാരി പാർക്കിലെ കേജിലെത്തിച്ച പുലി ചികിത്സയ്ക്കിടെയാണ് ചത്തത്. പുലിയുടെ പോസ്റ്റ്മോർട്ടം നടത്തിയ ശേഷം ശരീരം ലയൺ സഫാരി പാർക്കിൽ സംസ്കരിച്ചു. പുലിയുടെ ആന്തരിക അവയവങ്ങൾക്ക് പരിക്കേറ്റിരുന്നുവെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നു. തിരുവനന്തപുരം അമ്പൂരി കാരിക്കുഴിയിൽ മയക്കുവെടി വെച്ച് പിടികൂടിയ പുലിയാണ് ചത്തത്. ഇന്നലെയാണ് പുലിയെ മയക്കുവെടി വെച്ച് പിടികൂടിയത്. ഇതിന്റെ വയറ്റിൽ കമ്പി കൊണ്ടുള്ള ആഴത്തിലുള്ള മുറിവുണ്ടായിരുന്നുവെന്നും ഇതാണ് മരണകാരണമെന്നുമാണ് വനംവകുപ്പ് അധികൃതർ പറയുന്നത്. കാരിക്കുഴി തടത്തിരികത്ത് വീട്ടിൽ സുശീലയുടെ ഉടമസ്ഥതയിലുള്ള റബ്ബർ തോട്ടത്തിൽ കഴിഞ്ഞ ദിവസമാണ് പുലിയെ കണ്ടത്. പിന്നീട് നാട്ടുകാർ വിവരമറിയിച്ചതിനെ തുടർന്ന് വനംവകുപ്പ് ഉദ്യോഗസ്ഥരും നെയ്യാർ ഡാം പോലീസും സ്ഥലത്തെത്തി പുലിയെ പിടികൂടുകയായിരുന്നു. സോളാർ വേലി സ്ഥാപിക്കുന്നതിന് കെട്ടിയിരുന്ന കമ്പിയിലും മരക്കുറ്റിയിലുമാണ് പുലി കുടുങ്ങിക്കിടന്നത്. വനംവകുപ്പ് ദ്രുതകർമ്മസേനയും മയക്കുവെടി വിദഗ്ധരും ചേർന്ന് 3 മണിക്കൂറോളം പരിശ്രമിച്ചാണ് പുലിയെ പിടികൂടിയത്. 3 തവണ വെടിവെച്ചു. പിന്നീട് കൂട്ടിലാക്കിയ പുലിയെ നെയ്യാർ ഡാം വന്യജീവി സങ്കേതത്തിലേക്ക് മാറ്റിയിരുന്നു. ഇന്നലെ തന്നെ അവശനിലയിലായിരുന്നു പുലി. തുടർ ചികിത്സയുടെ ഭാഗമായി ഇന്ന് രാവിലെ ഡോക്ടറെത്തി പരിശോധിച്ചപ്പോഴാണ് പുലി ചത്തതെന്ന് മനസ്സിലായത്. തുടർന്ന് പോസ്റ്റ്മോർട്ടവും നടത്തി. സംഭവത്തിൽ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ കേസെടുത്തിട്ടുണ്ട്. പുലിയുടെ വയറ്റിൽ ആഴത്തിലുള്ള മുറിവുണ്ട്. ഇതിന് 2 ദിവസത്തെ പഴക്കമെങ്കിലും ഉണ്ടാകുമെന്നാണ് സൂചന. അതേസമയം പുലിയുടെ മരണം കൃത്യസമയത്ത് അറിയിക്കാത്തതിൽ ദുരൂഹത തുടരുകയാണ്. ജനം, തിരുവനന്തപുരം.